ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്രകാരം ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ് ഈ ഗ്രൂപ്പ് ഏറെ ഭംഗിയായി അനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുന്ന ദൈവിക പ്രവർത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസത്തെ കർത്തദാസി എന്നെ വിളിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാനിടയായി. ഇന്ന് രാത്രിയിൽ ആരംഭത്തിൽ തന്നെ അത് കാണുവാനിടയായതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. നല്ലൊരു ആരാധന ദൈവം നമുക്ക് നൽകി. പ്രിയ ദൈവദാസി പറഞ്ഞതുപോലെ നമ്മുടെ ചർച്ചകളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് പോലുള്ള ഒരു ദൈവിക അനുഭവം അനുഭവിക്കുവാനിടയായി തീർന്നു. പ്രൈസലോ, ഞാനുമായിരുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിലും അനുഭവിപ്പാൻ ഇടയായി തീർന്നു. പ്രൈസലോ, ഇന്ന് രാത്രി കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ദൈവദാസിമാരെ കർത്താവ് അവിടുന്ന് ഉപയോഗിക്കുന്നതിനും ദൈവിക കരുതലിനെ ഓർത്തും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവദാസിമാരെ കർത്താവ് ഒരുക്കിയതിനെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയും കർത്താവ് അതേ ദൈവിക മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ യാചനകൾക്ക് ചെവി തരുന്ന ദൈവം, ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാകിയ ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. കർത്താവ് അടുത്ത ദിവസങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും എന്ന് കേൾക്കുവാനിടയായല്ലോ. കർത്താവ് ഈ ഗ്രൂപ്പിനെ ഏറെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവദാസിമാരെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്തദാസിക്ക് ദൈവം കൊടുത്ത ദർശന പ്രകാരം ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവിക പ്രവർത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനേക ഗ്രൂപ്പുകളിൽ ഞാൻ മെസ്സേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ വലിയ പ്രവർത്തികളെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ഞാൻ നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു കടമയ്ക്ക് വേണ്ടിയല്ല, കർത്താവ് അനേക ജനത്തെ വിടുവിക്കണം. നമ്മൾ ഭവനങ്ങളിൽ ഒറ്റപ്പെട്ട് ഏകാന്തതയുടെ നടുവിൽ ആരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ, ഭാരത്തോടെ നിരാശയോടെ വേദനയോടെ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മ ഒക്കെ നമ്മുടെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഒരു വിടുതലും ആശ്വാസമായി തീരുവാനിടയാകും. ആരും ആശ്രയമില്ലാതെ പരസ്പരം നമുക്ക് ആരെയും നോക്കുവാനോ കാണുവാനോ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണുകൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറമായി പ്രാർത്ഥനയുടെ ഒരു ശൃംഖലയായി ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നാം ഉപയോഗിക്കുമെങ്കിൽ അതേറെ അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ഈ 2026 അപ്രകാരം ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്മേൽ ഒത്തിരി തിക്ത അനുഭവങ്ങൾ നേരിട്ടെന്ന് വന്നേക്കാം. എന്നാൽ 2025 നമ്മൾ പ്രാർത്ഥിച്ചതും കണ്ണുനീരൊഴുക്കിയതും ദൈവത്തിന്റെ പാദപീഠത്തിലായിരുന്നതും വാഗ്ദത്തങ്ങളൊക്കെ പ്രാപിച്ചതും ഒക്കെ ചിലതൊക്കെ നമുക്ക് ലഭിച്ചില്ല എന്ന് വന്നേക്കാം. സങ്കടപ്പെടേണ്ട. 2026 ചില ദൈവിക മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതിന്റെ തക്ക സമയത്ത് ദൈവം പ്രവർത്തിപ്പാനിടയാകും. ദൈവം ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിന്റെ അകത്ത് നൽകി തന്ന ഒരു ദൈവിക ചിന്ത ഞാൻ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 31-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 40-41 ഇങ്ങനെയാ അതിൽ വായിക്കുന്നത്. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷീണിച്ചു. എന്റെ കണ്ണിന് ഉറക്കമില്ലാതായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഈ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. 2026 പ്രാരംഭ മാസത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ചില വസ്തുതകൾ നാമും പറയുന്ന ഒരു വർഷമായിരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്തളത്തിൽ ലഭിച്ചതിനും ലഭിക്കാത്തതിനൊക്കെ നമ്മൾ വല്ലാതെ പരാതി പറഞ്ഞിട്ടുണ്ട്, വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നാം പറയുന്ന വസ്തുതകൾ ഇനി ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തികൾക്കായി തീരട്ടെ. ഇവിടെ യാക്കോബ് ഇങ്ങനെ പറയുക, ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. അവന് ജീവിതത്തിന്റെ ഒരു കണ്ടൻസ് അവൻ പറയുക. കഴിഞ്ഞ 20 വർഷം അവൻ അനുഭവിച്ച ഒരു പ്രതിസന്ധി ഉണ്ട്, അവൻ അനുഭവിച്ച ഒരു പ്രയാസകരം അനുഭവമുണ്ട്. അതിൽ നിന്ന് അവൻ പുറത്തു വന്നപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ ഒരു നിഘണ്ടു പോലെ ഒരു ചെറിയ ആശയം അവൻ അവിടെ പറയുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ കഴിഞ്ഞ കാലങ്ങളിലെ വർഷങ്ങളിലെ ചരിത്രം നമുക്ക് പറയുവാൻ
പറയുവാൻ കഴിയും. എന്ന ചരിത്രം പറയുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നമ്മെ വിടുവിച്ചതും ദൈവം നമ്മെ നയിച്ചതും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ നിയോഗിച്ചതായ നിയോഗത്തിനൊത്തവണ്ണം നാം മുന്നോട്ട് പോയതുമായ കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കുവാനും ആ വസ്തുതകളെ എണ്ണിപ്പറയുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് ജീവിതത്തിൽ ലഭിക്കാത്തതും സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിക്കാതിരുന്നിട്ട് നാം ദൈവത്തോട് എന്തെങ്കിലും സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി പറയുന്ന ഒരു ദൈവിക ചിന്ത എന്ന് പറഞ്ഞ രാത്രിയുടെ യാമങ്ങളിൽ നീ ദൈവത്തോട് നിലവിളിച്ച നിലവിളി, രാത്രിയുടെ യാമങ്ങളിൽ നീ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇന്ന് രാത്രി പലപ്പോഴും നീ ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു, നിലവിളിച്ചു, എന്റെ നിലവിളി കേട്ട് ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി ചില വസ്തുതകൾ നിനക്കും പറയുവാനുണ്ട്. എന്തെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ നീ എണ്ണി മാസങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ അക്കമിട്ട് പറഞ്ഞ ചില വസ്തുതകൾ ഇന്ന് പകൽക്കാലം അതിനൊരു വിടുതൽ നൽകി തന്നാൽ നിനക്കും ഈ വസ്തുത പറയുവാൻ കാരണമുണ്ടാകും. പലപ്പോഴും ചില വസ്തുതകൾ പറയുവാൻ കഴിയാതെ പലരോടും ചില നിരാശപ്പെട്ട കാര്യങ്ങൾ, വേദനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അവിടെ വച്ച് അടിവരയിട്ട് അവസാനിപ്പിച്ചിട്ട് ഇന്ന് രാത്രി കർത്താവ് ചിലത് നിനക്ക് നൽകി തരുമ്പോ ഇന്ന് രാത്രി അതിനെക്കുറിച്ചുള്ള വസ്തുതകൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനാ ഇന്ന് രാത്രി ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് രാത്രി സമർപ്പിക്കുക. ചില ദൈവിക ചിന്തകൾ പറയുമ്പോ അതെന്റെ ജീവിതത്തിൽ അത് അങ്ങനെയായി സാധ്യമാക്കി തീർക്കണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഇത് അവൻ പറയുന്ന ഒരു വസ്തുത എന്തെന്നറിയാമോ? പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു, എന്റെ കണ്ണ് ഉറക്കമില്ലാതായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടനായിട്ടും ഞാൻ സേവിച്ചു. അവന്റെ ജീവിത ചരിത്രം പറയുക. ഞാൻ 20 വർഷമാ ഞാൻ എന്റെ അമ്മായിയപ്പന്റെ ഭവനമായ ലാബാന്റെ വീട്ടിലായിരുന്നത്. ആ 20 വർഷത്തിന്റെ അകത്തളത്തിൽ ഞാൻ വെയിൽ കൊണ്ടും ചൂട് അല്ലെങ്കിൽ വെയിലും ശീതവും കൊണ്ട് വളരെ ഞാൻ ക്ഷീണിക്കുവാനിടയായി. എനിക്കാരും സഹായമില്ല. എനിക്ക് വേണ്ടി ലാബാൻ പോലും നല്ല വാക്ക് പറയുന്നില്ല. പലപ്പോഴും എന്റെ ജീവിതത്തിന്റെ അകത്തളത്തിൽ കടന്നു വരുന്ന ക്ലേശങ്ങളുടെ നടുവിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. ആ ശീതങ്ങളിലും വെയിലത്തും ഞാൻ വളരെ ക്ഷീണിച്ചു. എന്നിട്ട് പറയുന്നു, എന്റെ കണ്ണിന് ഉറക്കമില്ലാത്ത നിലത്തിൽ ഞാനായിപ്പോയി. ഈ 20 വർഷത്തിന്റെ അകത്ത് 14 വർഷം എന്ന് പറയുന്നത്, സംവത്സരം എന്ന് പറഞ്ഞത് ലാബാന്റെ 2 പുത്രിമാരെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാ. ആ സമയത്ത് ആ 14 വർഷം അത് കഴിഞ്ഞുപോയി. പിന്നെ ശേഷം 6 വർഷമുണ്ട്. 6 വർഷങ്ങൾ ആ ലാബാന്റെ ആട്ടിൻ കൂട്ടങ്ങളെ നയിച്ചു കൊണ്ടുപോയി. അതിനുശേഷമായി പിന്നെയും 10 പ്രാവശ്യം അവന് പ്രതിഫലം തട്ടിമാറ്റി. ഈ അനുഭവം, അനുഭവങ്ങളെ അവൻ വസ്തുതയായി പറയുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അതാ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഈ 20 വർഷത്തിനു മുമ്പ് ലാബാന്റെ ഭവനത്തിൽ യാക്കോബ് ചെല്ലുന്നതിന് മുമ്പായി ചെല്ലുന്നതിന് മുമ്പായും അതിനുശേഷമായും യാക്കോബ് 6 രാത്രികൾ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് നിന്ന് തന്നെ ഈ 27-ാം അധ്യായം മുതൽ 32 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി 33 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയ ഈ 6 രാത്രികൾ ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവനെ ചിന്തിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞല്ലോ, അവൻ 20 വർഷത്തിന്റെ ഇടവേളയ്ക്കകത്ത് അവൻ അനുഭവിച്ച കഷ്ടങ്ങളുണ്ട്, അവൻ അനുഭവിച്ച കണ്ണുനീരുണ്ട്, അവൻ അനുഭവിച്ച ചൂടേറെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിന്റെ നടുവിലൊക്കെയും യാക്കോബ് പറയുക, എന്റെ ജീവിതത്തിൽ ആ കഷ്ടം അനുഭവിച്ചത് പോട്ടെ, സാരമില്ല, പക്ഷെ പല പ്രതിഫലങ്ങൾ എനിക്ക് വരേണ്ട സ്ഥാനത്ത് അതുവരെ തട്ടിമാറ്റി അവിടെയും ഞാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചത് കൊണ്ട് എനിക്ക് പിന്നത്തേതിൽ വലിയൊരു അനുഗ്രഹം എന്റെ ജീവിതത്തിൽ പകരുവാനിടയായെന്ന് യാക്കോബ് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യത്തിന്റെ പുറകിലുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ജീവിത ചരിത്രം നമ്മൾ പഠിച്ചാൽ, യാക്കോബ് ഇസഹാക്കിന് 2 പുത്രന്മാർ, അവന്റെ ഭാര്യ റിബേക്ക, ആ 2 പുത്രന്മാർ
പുത്രന്മാർ യാക്കോബ്, യേശാവ്, ഈ രണ്ട് പുത്രന്മാരെയും ആ യാക്കോബിന് ദൈവം നൽകി കൊടുക്കുമ്പോൾ, ആ ഇസഹാക്കിന് ദൈവം നൽകി കൊടുക്കുമ്പോൾ അതിന് 25-ാമത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോ ആ മക്കൾ ലഭിക്കുമ്പോഴും അവന്റേതായ അവന്റെ ആ ക്വാളിഫിക്കേഷൻ കൂടെ പറയുക. 25-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ആ രണ്ട് പ്രത്യേകതയുള്ള മക്കളെയാണ് ദൈവം അവന് കൊടുത്തത്. എന്നാൽ അതിന്റെ ചരിത്രമൊക്കെ അതിന് മുമ്പും പറയുന്നു കുതികാൽ പിടിച്ചു വന്നവനാണെന്നും. അതൊന്നും എന്റെ മുമ്പിൽ പറയുവാൻ സമയമില്ല. പക്ഷെ ഞാൻ ഈ അവന്റെ ജോലി കാര്യങ്ങൾ മാത്രം പറയാം. ഏശാവ് വേട്ടയാടുന്ന മനുഷ്യനാ, പ്രൈസ്, എന്നാൽ യാക്കോബ് സാധുശീലൻ, കൂടാരവാസി. ഈ കൂടാരവാസിയായിരുന്ന യാക്കോബിനെ കുറിച്ച് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ യാക്കോബ് കൂടാരവാസിയായതുകൊണ്ട് അവൻ അപ്പനോടും അമ്മയോടും ഭവനത്തിന്റെ അകത്ത് മാത്രം അവൻ വസിച്ചവനാ. എന്ത് കാര്യം നടത്തി കൊടുക്കുവാൻ കഴിവുള്ള നല്ല അപ്പനും അമ്മയും അവനോട് കൂടെയുണ്ട്. എന്നാൽ ഏശാവ് അങ്ങനെയില്ല. അവൻ വേട്ടയാടുന്ന മനുഷ്യനാ. പക്ഷെ യാക്കോബിന്റെ ജീവചരിത്രം നിങ്ങൾ പഠിച്ചാൽ അവൻ ഭവനത്തിന്റെ അകത്ത് സാധുശീലനായി അപ്പനോടും അമ്മയോടും അനുസരിച്ച് അവൻ എന്തെന്നറിയാമോ, കൂടാരവാസിയായി നിൽക്കുകയാ. അങ്ങനെ ഇരിക്കെ ഇസഹാക്ക് വാർദ്ധക്യമായി, അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയപ്പോൾ ഇസഹാക്ക് യേശാവിനെ വിളിച്ചിട്ട് പറയാം: അപ്പാ മകനെ, നീ എന്റെ അടുക്കലൊന്ന് വാ, എന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു, എന്റെ മരണസമയം ഇത് അടുത്തിരിക്കുന്നു. നീ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ? നീ അവൻ പണ്ട് വേട്ടയാടാൻ പോകുന്ന ആ അവന്റെ അമ്പും വില്ലുമൊക്കെ അവന്റെ കയ്യിലുണ്ട്. അവൻ വേഗത്തിൽ അപ്പം പറയാടാ മോനെ, എനിക്കൊരു ആഗ്രഹമാ, നിന്റെ കൈ കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിച്ചു നിന്നെ അനുഗ്രഹിച്ചു മരിക്കണം. അതുകൊണ്ട് നീ വേഗം പോയി നിന്റെ അമ്പും വില്ലുമൊക്കെ കാട്ടിൽ കൊണ്ടുപോയി വേഗത്തിൽ ഒരു വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുവന്ന് എനിക്ക് രുചികരമായ ഒരു ഭക്ഷണം എനിക്ക് ഉണ്ടാക്കിത്ത. ഇത് പറയുന്ന സമയത്ത് റിബേക്ക അത് ചെവി കോർത്ത് കേട്ട് നിന്നിട്ട് യാക്കോബിനോട് പറയടാ മോനെ, മൂത്ത് ഏശാവിനെ അനുഗ്രഹിപ്പാൻ അപ്പം തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വീട്ടിൽ നിൽക്കുമ്പോഴല്ലോ ആട്ടിൻകൂട്ട, അതിൽ നിന്ന് നല്ലതിനെ 2 പിടിച്ചുകൊണ്ടുവാ, ഞാൻ നിനക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തരാം എന്നൊക്കെ അമ്മ ആ മകനോട് പറഞ്ഞു. അപ്പം മകൻ പറയുന്ന ഒരു വാക്ക് കേൾക്കണം. അതിന്റെ പ്രൈസ് 27-ന്റെ അതിന്റെ 13-14 വാക്യം. അവന്റെ അമ്മ അവനോട്: മകനെ, നിന്റെ ശാപം പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് എന്നെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തുമെന്ന് പറഞ്ഞു. അവന്റെ അമ്മ അവനോട്: മകനെ, നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ, എന്റെ വാക്ക് മാത്രം നീ പോയി കൊണ്ടുവരിക. നോക്ക, ഞാൻ ഇത് പറയാൻ കാരണം അടുത്തൊരു ഭാഗം ഞാൻ പറയാൻ പോകുന്നു, അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാ. അങ്ങനെ അമ്മ പറഞ്ഞു: അപ്പൻ എന്നെ ശപിക്കും അമ്മ, ഞാൻ അങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ശാപം എന്റെ മേലിരിക്കട്ടെ, നീ അത് കൊണ്ടുവാ എന്ന് പറഞ്ഞവനെ ധൈര്യപ്പെടുത്തി. അവൻ അങ്ങനെ തന്നെ ചെയ്യുവാനിടയായി. അതങ്ങ് പോകട്ടെ, ആ ചിന്ത അവിടെ നിൽക്കട്ടെ. അങ്ങനെ പറഞ്ഞ് അവൻ അപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ എന്തെന്നറിയാമോ, തപ്പി നോക്കിയിട്ടും അവന്റെ ശബ്ദത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ യാക്കോബാണെന്ന ശബ്ദത്തിൽ വ്യത്യാസം വന്നെങ്കിലും അവന്റെ കൈയും ശരീരഭാഗം നോക്കിയപ്പോൾ യേശാവാണെന്ന് മനസ്സിലാക്കി അവനെ അനുഗ്രഹിച്ചു. ഇതാ ശേഷം യേശാവ് വന്നു, അനുഗ്രഹം ചോദിച്ചപ്പോ നിനക്ക് മുമ്പായി ഞാനിതാ അനുഗ്രഹം യാക്കോബിന് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ അവനെ ശപിക്കുവാനിടെ ആ വാക്ക് അതിന് 27-ന്റെ 30-40 വാക്യത്തിൽ പറയുന്നു. അങ്ങനെ യേശാവ് യാക്കോബിനെ കൊല്ലുമെന്ന് അവന് മനസ്സിലായി. ആ സമയത്താ യാക്കോബ് അവന്റെ അമ്മ പറയുക: എടാ മോനെ, ഇത് നിന്നെ കൊന്നുകളയും, നീ വേഗത്തിൽ ഓടിപ്പോക്കോ. അതുവരെ എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഞാൻ കൈവിടത്തില്ല, നിന്റെ അപ്പൻ ശപിക്കുന്ന ശാപം ഞാൻ ഏറ്റോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ആ ഒരു കണ്ടീഷനിലേക്ക് വന്നപ്പോ, പ്രതിസന്ധിയിലേക്ക് വന്നപ്പോ യാക്കോബിന് ഇതാ പറഞ്ഞു വിടുകയാ. 1-ാമത്തെ യാക്കോബിന്റെ രാത്രി, അപ്പനും അമ്മയും നഷ്ടപ്പെടുന്ന രാത്രി. നോക്കുക, അതുവരെ അപ്പനോടും അമ്മയോടും കൂടെ ഇരുന്ന് കൂടാരവാസിയായി ഭവനത്തിന്റെ അകത്ത് ആയിരുന്ന യാക്കോബിത
ഇത് അവൻ പുറത്തു പോകാൻ അമ്മ തന്നെ പറഞ്ഞു വിടുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ആശ്രയം വച്ച വ്യക്തികൾ തന്നെ നിന്റെ മുഖത്തു നോക്കി പല വാക്കുകൾ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, നിനക്ക് ലഭിക്കേണ്ടതായ നന്മകൾ നിനക്ക് നൽകിയില്ല എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, യാക്കോബ് അവന്റെ അമ്മയും അപ്പനും അതുവരെ ഉണ്ടായിരുന്നു. ഇതാ പ്രതിസന്ധിയുടെ നടുവിൽ അവനെ ഇറക്കി വിട്ടപ്പോൾ അവൻ ഏകാന്തതയുടെ നടുവിൽ ഇറങ്ങിപ്പോകുക. യാക്കോബിന്റെ ഒന്നാമത്തെ രാത്രിയാ നമുക്ക് വായിക്കാം. 28-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങൾ. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവൻ അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. നോക്കുക, ഏകാന്തതയിൽ ആരും ആശ്രയമില്ലാതെ അതുവരെ അപ്പന്റെ അമ്മയുടെ അടുക്കൽ കിടന്നുറങ്ങിയ മകൻ ഇതാ പ്രതിസന്ധി വന്നപ്പോൾ അവൻ ഇറക്കി വിട്ടു. ആരും അവന്റെ കൂടെയില്ല. അവൻ ഇറങ്ങി ഓടിപ്പോകുകയാണ്. പോയി ഒരു സ്ഥലത്തെത്തിയപ്പോ സൂര്യൻ അസ്തമിച്ചു. അവൻ ചിന്തിച്ചു, ഇതുവരെ ഞാൻ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല, ഞാൻ വേറെ ഒരു സ്ഥലത്ത് മാറിപ്പോയിട്ടില്ല. ഇതാ എന്റെ പ്രതിസന്ധി വന്നപ്പോ എന്റെ അമ്മ എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നല്ലോ, ഇതാ എന്നെ ഇറക്കി വിട്ടല്ലോ എന്ന് ചിന്തിച്ച് അവൻ ഭാരപ്പെട്ടില്ല. അവൻ ആ ഏകാന്തതയുടെ നടുവിലും അവൻ അവിടെ കിടന്നൊരു കല്ലെടുത്ത് തലയിണയായി വച്ച് അവൻ കിടന്നുറങ്ങി. ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം യാക്കോബ് കാണുന്നു. ഒന്നാമത്തെ രാത്രി യാക്കോബ് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട സമയത്തും ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവനോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം അവൻ അനുഭവിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, നീ പിടിച്ച ആ ഒരു പാത പോലും നിനക്ക് ലഭിക്കുവാൻ കഴിയാതെ നീ ഏകാന്തതയുടെ നടുവിൽ ഇറങ്ങി തിരിച്ചാലും അവിടെയും നിന്നെ സഹായിപ്പാൻ വരുന്നൊരു കരമുണ്ട്. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ വിടക്കെന്നെണ്ണിയാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നോക്കൂ, ഇവിടെ കാണുവാൻ കഴിയുന്നു, യാക്കോബ് ആ രാത്രിയിൽ അവൻ അപ്പനും അമ്മയില്ല, അവനോടൊപ്പം ആരും ഉറങ്ങാനില്ല. ആ വഴിയമ്പലത്തിന്റെ നടുവിൽ നടന്നു പോകുന്ന പാതയിൽ അവൻ രാത്രി അസ്തമിച്ചപ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ കിടന്നുറങ്ങിയ അവനൊരു സ്വപ്നം കാണുന്നത് എന്തെന്നറിയാമോ? സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ പോയിന്റ് നിങ്ങൾ ചിന്തിക്കണം. ആ ദൂതൻ ഇറങ്ങുകയും കയറുകയും എന്നല്ല പറഞ്ഞത്, അവിടെ കയറുകയും ഇറങ്ങുക. അപ്പോ കയറണമെങ്കിൽ ദൂതൻ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാ, നീ ഒറ്റപ്പെട്ട അനുഭവത്തിന്റെ നടുവിൽ നീ ഇറങ്ങിത്തിരിച്ചാലോ സുവിശേഷത്തിനു വേണ്ടി ഇന്ന് രാത്രി കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുമ്പോ ചിലപ്പോ നിന്റെ മാതാപിതാക്കൾ നിന്നോട് കാണത്തില്ല, സഹോദരങ്ങൾ നിന്റെ കൂടെ കാണത്തില്ല, നിന്നെ ചേർത്ത് പിടിക്കേണ്ട വ്യക്തികൾ പോലും നിന്നോടൊപ്പം കാണത്തില്ല. എന്നാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, ആ രാത്രിയുടെ യാമങ്ങളിലും ദൈവത്തിന്റെ ദൂതൻ നിന്നോട് ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. Praise the Lord, hallelujah. ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ദൂതൻ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ ആ ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്തത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നാമത്തെ യാക്കോബിന്റെ രാത്രി, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട രാത്രി. ആ രാത്രിയിലും അവൻ ഏകാന്തത അനുഭവിച്ചില്ല. അവന്റെ സന്നിധിയിൽ ദൂതഗണങ്ങൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുവാനിടയായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന വ്യക്തികളോട് വ്യക്തമായി പറയുക, ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയുന്നത്, നീ ഏകാന്തതയുടെ നടുവിലാണോ ആയിരിക്കുന്നത്? നീ ആശ്രയിച്ച വ്യക്തികൾ നിന്നെ വിട്ട് മാറിപ്പോയോ? നീ പിടിച്ച കൊമ്പെല്ലാം നിന്നെ നിന്ന് നഷ്ടപ്പെട്ടു പോയോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ആരൊക്കെ നിന്നെ വിട്ടു മാറിപ്പോയാലോ, ബന്ധു മിത്രാദികൾ നിന്നെ വിട്ട് മാറിപ്പോയാലോ, നിന്നെ വിട്ടു മാറാത്തൊരു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. ആ ക്രിസ്തുവിന്റെ കരങ്ങൾ നിനക്ക് പിടിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ നിന്നെ ഒരിക്കലും തകർത്ത് കളയത്തില്ല. അവൻ നിന്റെ വഴിയിൽ വിട്ടേച്ചു പോകത്തില്ല. ക്ഷീണം വരാം, പ്രതിസന്ധികൾ വരാം, പ്രയാസങ്ങൾ വരാം, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ വരാം, നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ വരാം. എങ്കിലും നിന്നെ കൈവിടാതെ ദൂതഗണങ്ങൾ നിനക്ക് കാവലായി കൂടെയിരിക്കുമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന പറയുക. ഇതാ
യാക്കോബിന്റെ ഒന്നാമത്തെ രാത്രി ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയി, ചിലരൊക്കെ അവനെ വിട്ടു മാറി, എങ്കിലും അവനോട് കൂടെ ഇരുന്ന ദൂതഗണം. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറട്ടെ. ആരൊക്കെ നിന്നെ വിട്ടു മാറിപ്പോയാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, നിന്നെ ഉപേക്ഷിക്കാത്ത ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ യാക്കോബിന്റെ രാത്രി നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. രണ്ടാമത്തെ യാക്കോബിന്റെ രാത്രിയാ നമുക്ക് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിന്റെ അതിന്റെ 22, 23. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ യാക്കോബിന്റെ രാത്രിയിൽ സംഭവിക്കുന്ന സംഭവം എന്നറിയാമോ? ഒരു വഞ്ചന, ഒരു രാത്രിയാ യാക്കോബിന്. പ്രൈസ് ദി ലോർഡ്. അവൻ 7 വർഷം ലാബാന്റെ പുത്രിക്ക് വേണ്ടി അടിമ ജോലി ചെയ്തിട്ട് 7ാമത്തെ വർഷം ഇതാ പൂർത്തീകരിച്ചപ്പോ ലാബാന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇതാ എന്റെ സമയം പൂർത്തീകരിച്ചു, നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. അവൻ പറഞ്ഞത്, എനിക്ക് റിബേക്കയെ റാഖേലിനെയോ വേണമെന്ന് പറഞ്ഞത്. പക്ഷെ എന്തെന്നറിയാമോ? അതുവരെയും ലാബാൻ പറഞ്ഞില്ല, നീ 7 വർഷം നീ സേവിച്ചോ, ശരി, നിനക്ക് ഞാൻ അവളെ കെട്ടിത്തരാം എന്ന് പറഞ്ഞു. പക്ഷെ 7ാമത്തെ വർഷം കഴിഞ്ഞപ്പോ രാത്രിയിൽ ഒരു വിരുന്നൊരുക്കി. ഈ വിരുന്നിൽ ലാബാന്റെ സഹോദരിയെ പോലും ക്ഷണിച്ചില്ല. എന്ന് പറഞ്ഞാൽ ലാബാന്റെ സഹോദരി എന്ന് പറഞ്ഞ യാക്കോബിന്റെ അമ്മ, അവനെ പോലും ആ കുടുംബക്കാരെ പോലും അവൻ ക്ഷണിച്ചില്ല. സ്വന്തം മകന്റെ വിവാഹമാ. പ്രൈസ് ദി ലോർഡ്. സ്വന്തം സഹോദരിയെ പോലും ലാബാൻ വിളിക്കുന്നില്ല. ആ ഒരു സുപ്രഭാതത്തിലും ഏകാന്തതയുടെ നടുവിലും യാക്കോബ് എന്തെന്നറിയാമോ? ഇതാ വിവാഹത്തിന് വേണ്ടി സമയം വേർതിരിച്ച് രാത്രിയിൽ അവന്റെ അടുക്കലേക്ക് ലാബാൻ കൊണ്ടാക്കുന്നത് അവൻ ലേയായിരുന്നു. രണ്ടാമത്തെ യാക്കോബിന്റെ രാത്രി വഞ്ചനയുടെ രാത്രി. പ്രൈസ് ദി ലോർഡ്. കൊടുക്കാമെന്ന് പറഞ്ഞതുപോലും വഞ്ചിച്ച് കൊടുക്കാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെയും യാക്കോബ് ചരിത്രം നമ്മൾ പഠിക്കുമ്പോ പിന്നെയും റാഖേലിന് വേണ്ടി പിന്നെയും അവൻ 7 വർഷം, അതാ നമ്മൾ വായിച്ചു കേട്ട, 7 വർഷം പിന്നെയും അടിമപ്പണി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വഞ്ചിക്കപ്പെട്ട യാക്കോബ് നിരാശപ്പെട്ടു പോയില്ല, തകർന്നു പോയില്ല. എന്നാൽ ആ സ്ഥാനത്തും യാക്കോബ് പിടിച്ചു നിന്നു ദൈവത്തിൽ. അവൻ ആ സ്ഥാനത്ത് പിടിച്ചു നിന്നത് കൊണ്ട് അവൻ പിന്നത്തേതിൽ അവൻ ആ അനുഗ്രഹം പ്രാപിക്കുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ലേയ അവൻ ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചു എങ്കിലും ഞാൻ അതിന്റെ ചരിത്രം പിന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ലേയയ്ക്കും റാഖേലിനുമായി 13 മക്കൾ ജനിച്ചു. പക്ഷെ അതിൽ 7 മക്കളും ലേയയുടേതാ. പ്രൈസ് ദി ലോർഡ്. ഈ ലേയയുടെ മക്കൾ ആ പിന്നത്തേതിൽ പുരോഹിത ശുശ്രൂഷയും രാജപദവിയിലുമായി ഉയർത്തുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, വഞ്ചിക്കപ്പെടുന്ന അനുഭവത്തിലാണോ നീ മുന്നോട്ട് പോണെങ്കിൽ നിന്റെ തലമുറകളെ ദൈവം ഉയർത്താമെന്ന് വാഗ്ദത്തം ചെയ്തവൻ നിന്നോട് കൂടെയുണ്ട്. ചിലപ്പോൾ മനുഷ്യർ നിന്നെ തള്ളിയേക്കാം, മനുഷ്യർ നിന്നെ വഞ്ചിച്ചെന്ന് വന്നേക്കാം, നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ നിന്നെ കൊണ്ട് പോയെന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, വഞ്ചിച്ച ലോകത്തിലുള്ള മനുഷ്യൻ വഞ്ചിച്ചാലും വഞ്ചിക്കാത്ത ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ആ വ്യക്തിയെ പിൻപറ്റി നിന്ന നിന്റെ തലമുറയെ ദൈവം ദേശത്ത് മാനിക്കുവാനിടയായി തീരും. പരിശുദ്ധാത്മാവ് പറയുന്ന ഇതാ, ലോകത്തിന് അവൾ ശോഭയില്ലാത്തവൾ, യാക്കോബിന് അവൾക്ക് ഇഷ്ടമില്ലാത്തവൾ, എങ്കിലും തന്റെ തലമുറയെ ദൈവരാജകീയ പുരോഹിത വർഗങ്ങളായി ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അവിടെ ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, നിന്നെ ചിലപ്പോൾ ലോകത്തിന് ഇഷ്ടമില്ലായിരിക്കാം, ലോകം നിന്നെ വ്യക്തികൾ നിന്നെ മാറ്റി നിർത്തി എന്ന് വന്നേക്കാം, ഒരു വിരുന്ന് സൽക്കാരം നടത്തിയാൽ പോലും നിന്റെ കൂട്ടത്തിൽ കൂട്ടിയില്ല എന്ന് വന്നേക്കാം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലാണോ? ലോകത്തിലുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാൽ സ്വർഗീയമായ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നിന്റെ തലമുറയെ ദൈവം ഉയർത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
യാക്കോബ് അനുഭവിച്ച ആ വഞ്ചിക്കപ്പെട്ട അനുഭവത്തിന്റെ നടുവിൽ യാക്കോബിനൊന്ന് പറയുവാൻ കഴിയും, എന്റെ ജീവിതത്തിന്റെ വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു, ഒത്തിരി പ്രത്യാശയോടെ കാത്തിരുന്നു. ആ വെയിലിന്റെയും ശീതത്തിന്റെയും നടുവിൽ ഞാൻ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മുഖം മാത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ചിലതൊക്കെ നീ അധ്വാനിച്ചു, പ്രയത്നിച്ചു, ഒത്തിരി ആ ഒരു അധ്വാനത്തിന്റെ നടുവിലും പ്രയത്നത്തിന്റെ നടുവിലും നിനക്ക് ലഭിക്കേണ്ടതുപോലെ ലഭിക്കാതെ ചിലതൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ലോകത്തിലുള്ളതായിരിക്കാം അവർ നിന്നിൽ നിന്ന് മാറ്റിയത്, എന്നാൽ സ്വർഗീയമായ പദ്ധതിക്ക് വേണ്ടി നിന്നെ ഒരുക്കിയത് കൊണ്ട് സ്വർഗീയ കവാടം നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ആ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല, ആർക്കും അതിനെ ഒതുക്കുവാൻ കഴിയത്തില്ല, ആർക്കും അതിനെ തട്ടിമാറ്റുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, ചില വഞ്ചിക്കപ്പെട്ട അനുഭവം പോലെ കുടുംബത്തിന്റെ അകത്ത് നിനക്ക് ലഭിക്കേണ്ടതായ നന്മകൾ, നിനക്ക് ലഭിക്കേണ്ടതായ സമ്പത്ത്, നിനക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ പലപ്പോഴും നിനക്ക് വഞ്ചിക്കപ്പെട്ട അനുഭവത്തിൽ നിനക്ക് ലഭിക്കാതെ നീ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ആ ലോകത്തിലുള്ള ചിലർക്ക് നിനക്ക് നൽകിത്തരാതെ നിന്നെ വഞ്ചിച്ചു എങ്കിലും അതിനപ്പുറമായി നിനക്ക് ദൈവം തലമുറ നൽകിയിട്ടുണ്ടെങ്കിൽ തലമുറയുടെ മേൽ ദൈവിക വാഗ്ദത്തമുണ്ട്. അത് ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ആ നിനക്ക് ലഭിക്കേണ്ട നന്മയേക്കാൾ അപ്പുറമായി ദൈവം അവർക്ക് നല്ല നന്മകളെ നൽകി അവർ ദേശത്ത് ഉന്നത പദവിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ ആലോചന വ്യക്തമായി പറയുക. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുക, ആ പല കുടുംബത്തിന്റെ അകത്ത് നിന്ന് ചില വഞ്ചിക്കപ്പെട്ട അനുഭവം പോലെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അവസാനിച്ചു, ഇനി ഒരു കച്ചിത്തുരുമ്പ് പോലെ പിടിച്ച് കയറുവാൻ ഇല്ലാത്ത രീതിയിൽ നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസിയെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോടാ പറയുന്നത്, ഈ ലോകത്തിലുള്ളതായിരിക്കാം നിനക്ക് നഷ്ടപ്പെട്ടു പോയത്, ലോകത്തിലുള്ളതായിരിക്കാം നിനക്ക് നൽകിത്തരാത്തത്, എന്നാൽ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, സ്വർഗീയ കവാടം നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. നീ ആഗ്രഹിക്കുന്നത്, നീ പ്രതീക്ഷിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നിനക്ക് നൽകിത്തരും. അത് നിന്റെ തലമുറകളുടെ മേൽ ദൈവം വാഗ്ദത്തമായി നൽകിത്തരുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുക. നിനക്ക് നഷ്ടപ്പെട്ടത് 10 അതിന് ഇരട്ടിയായി 100 നൽകിത്തരുന്ന, നിന്റെ തലമുറകളുടെ മേൽ നൽകിത്തരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയുന്നു? നീ അധ്വാനിച്ചത്, നീ പ്രയത്നിച്ചത്, രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ പോലും കഴിയാതെ വണ്ണം അധ്വാനിച്ച നന്മ പലപ്പോഴും നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നീ വഞ്ചിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, അതിനപ്പുറമായി ഇരട്ടിയായി സ്വർഗത്തിൽ നിന്ന് നിനക്ക് നൽകിത്തരുന്ന ഒരു സ്വർഗീയ കവാടം നിനക്ക് വേണ്ടി ഓപ്പൺ ആയിട്ടുണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും? ശമന റികമന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യാക്കോബിന്റെ 2ാമത്തെ രാത്രി യാക്കോബ് വഞ്ചിക്കപ്പെടുന്ന രാത്രിയാ. വഞ്ചിക്കപ്പെട്ട രാത്രിയുടെ അനുഭവത്തിലും യാക്കോബ് പരാജയപ്പെട്ടില്ല. അവൻ ആ ദൈവിക ആ പദ്ധതി പ്രകാരം മുന്നോട്ട് പോയത് കൊണ്ട് അവന്റെ ജീവിതത്തിന്മേൽ വലിയ അനുഗ്രഹങ്ങളെ കാണുവാനിടയായി. ഞാൻ ഓടിച്ചു പോകട്ടെ. യാക്കോബിന്റെ 3ാമത്തെ രാത്രി 31-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 31-ന്റെ 10 ഇങ്ങനെ വായിക്കുന്നു, ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുകുമുള്ളവ എന്ന് കണ്ടു. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് പറഞ്ഞു. ഈ ആശയം മനസ്സിലാക്കണമെങ്കിൽ 30-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിക്കണം. ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുകുമുള്ള ആടുകളെ ഒക്കെയും ചെമ്മരിയാടുകൾ കറുത്തതിനെ ഒക്കെയും കോലാടുകളിൽ പുള്ളിയും മറുകുമുള്ളതിനെയും വേർതിരിക്കാം. അത് എനിക്ക് പ്രതിഫലമായിരിക്കട്ടെ. യാക്കോബ് പറയാ, എനിക്കിതൊക്കെ തന്നു, ശരിയാ, 2 പുത്രിമാരെ നീ എനിക്ക് തന്നു, ആടുമാടുകളൊക്കെ തന്നു, പക്ഷെ ഒരു കണ്ടീഷൻ ഞാൻ നിന്നോട് പറയാം, അതെനിക്ക് വേണം. എന്തെന്നറിയാമോ? നിന്റെ ആട്ടിൻകൂട്ടങ്ങളിൽ പുള്ളിയും മറുകും വരയുമുള്ളത്
എനിക്ക് വേർതിരിച്ചു തരണം. അപ്പൊ ലാബാൻ പറഞ്ഞു, ഓക്കെ മോനെ, നിനക്ക് തന്നേക്കാടാ എന്ന് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് ആ പിന്തിരിഞ്ഞ സമയം യാക്കോബ് തിരിഞ്ഞതും ലാബാൻ തന്റെ പുത്രന്മാരെ വിളിച്ചിട്ട് പറയാ, എടാ മക്കളെ, ഇതാ നിന്റെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ അളിയൻ വന്ന് എന്നോട് ചോദിക്കുക, ഈ ആടുകളിൽ പുള്ളിയും മറുകും വരയും ഉള്ളതിനെ അവന് വേണമെന്ന് പറഞ്ഞു. നീ അതിനെ വേഗത്തിൽ അതിനെ കൂട്ടി നീ മറുകര കടക്ക, 3 ദിവസം കഴിഞ്ഞങ്ങ് അപ്പുറ കടക്ക എന്ന് പറഞ്ഞു. ഇത് യാക്കോബ് അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൻ മറുകര കടന്നു. എന്നാൽ രാത്രിയിൽ യാക്കോബ് സ്വപ്നം കാണുകയാ. അതാ വായിച്ചത്. ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളുടെ വരയും പുള്ളിയും മറുകുമുള്ളവ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ യാബാൻ ചിന്തിച്ചതെന്നറിയാമോ? ഇവന് ഞാൻ ഇത് കൊടുത്താൽ പുത്രസമ്പത്തുണ്ടായി, പിന്നത്തേതിൽ ഒരു പുള്ളിയും വരയും ഉള്ളതൊക്കെ ഇവന് ജനിക്കും, ആടുമാടുകൾ. അത് അവന് വേണ്ട, അവന് കൊടുക്കണ്ട, അത് നമുക്കങ്ങ് ഇരിക്കട്ടെ. ഞാൻ പറയാം, സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു രാത്രി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, യാക്കോബിന് ചില സാധ്യതകൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പ്രത്യുൽപാദനം നടക്കുമെന്ന്, പുത്രസമ്പത്ത് ലഭിക്കുമെന്ന്, എന്ന് പറഞ്ഞാൽ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പുള്ളിയും മറുകും അതൊക്കെ വിലയേറിയതാ. അത് അവന് വേണമെന്ന് അവൻ ആഗ്രഹിച്ചു, അവന് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ അറിയാതെ തന്നെ അതിനെ നാട് കടത്തി. മലയാള ഭാഷയിൽ പറഞ്ഞാൽ യാക്കോബ് പോലും അറിയാതെ അതിനെ അങ്ങ് നാട് കടത്തിയപ്പോ യാക്കോബ് ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ രാത്രിയിൽ അവൻ സ്വപ്നത്തിൽ കാണുകയാ, ആ നാട് കടത്തിയ ആ പുള്ളിയും മറുകും വരയുമുള്ള ആടുകൾ ഇതാ ഇവന്റെ ആടുകളോടുകൂടെ ചനയേൽക്കുന്നത് അവൻ കാണുന്നു. നോക്ക്, അവനെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെള്ളയും കുറിയും ഉള്ള ഒരു ആടില്ല. ലാബാൻ അതങ്ങ് കൊണ്ടുപോയി. ലാബാൻ അത് പുത്രന്മാർക്ക് കൊണ്ടുപോയി. പക്ഷെ യവനത് സ്വപ്നത്തിൽ കാണുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില സാധ്യതകളെ നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് ഇല്ലാതാക്കി കളയുക. ചില വ്യക്തികൾ എഴുന്നേറ്റാലും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആ സാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയാ ഇന്ന് നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ പറയാം, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിനെതിരെ അവിടെ സർട്ടിഫിക്കറ്റുകൾ എവിടെയെങ്കിലും തടയപ്പെടുന്നുണ്ടോ? ഇന്ന് രാത്രി അവർക്ക് പഠിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവരായിരിക്കുന്ന നിമിഷങ്ങളാണോ? അവരർഹിച്ച കോളേജുകളിൽ അവരുടെ സർട്ടിഫിക്കറ്റുകളോ പേപ്പേഴ്സ് അവിടെ എത്താത്ത തരത്തിൽ ഏതെങ്കിലും വ്യക്തികൾ അതിനെ തടസ്സം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, ആ സാധ്യതകളെ സാധ്യത ഇല്ല എന്ന് ചിന്തിക്കുന്ന കാര്യത്തെ സാധ്യമാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, നിനക്ക് അസാധ്യമെന്ന് ചിന്തിക്കുമ്പോ നിന്റെ മക്കളുടെ ഭാവിയെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളെ, ശുശ്രൂഷ മേഖലകളെ തകർത്ത് കളയുന്ന, ഇനി എന്റെ ജീവിതത്തിൽ ഒരു പുതുക്കപ്പെട്ട അനുഭവമില്ല, ഞാൻ ഇതോടുകൂടെ തകർന്നു, എന്റെ എല്ലാ അവസ്ഥകൾക്കും ഇതോ വിരാമം കൽപ്പിച്ചു എന്ന് നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോടാ പറയുന്നത്, സാധ്യത ഇല്ലാതാക്കി കളഞ്ഞു എങ്കിൽ നിന്റെ കുടുംബക്കാരായിരിക്കാം, നിന്റെ ദേശക്കാരായിരിക്കാം, നിന്റെ സ്ഥാപനത്തിലുള്ളവരായിരിക്കാം, നിന്റെ ബിസിനസ്സിലായിരിക്കാം, സാധ്യത ഇല്ല എന്ന് ചിന്തിക്കുന്ന ഇടത്ത് സാധ്യത വരുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, എവിടെയൊക്കെയാണോ ബ്ലോക്ക് ആയത്, എവിടെയൊക്കെയാണോ ബ്രേക്ക് ആയത്, ഇന്ന് രാത്രി അത് ഓപ്പൺ ആയി വരുന്ന ഒരു രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ലാബാൻ ചിന്തിക്കുക, ഇനി ഒരു പുത്രസമ്പത്ത് പുള്ളിയും വരെയുള്ളത് യാക്കോബിന് ലഭിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ആ സ്വപ്നത്തിലൂടെ അതിനെ ചനയേൽപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഞാൻ പറയാ, നീ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ അകത്ത് നിന്നെ പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ്, നിന്റെ തലമുറ ഉയർത്തത്തില്ല എന്ന് പറഞ്ഞ്, അവിടെ അഡ്മിഷൻ നിനക്ക് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് എല്ലാ സാധ്യതകളെ ബ്ലോക്ക് ആക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, ആ സാധ്യതകളെ അവിടെ നിന്ന് ഇല്ലാതാക്കുവാൻ വ്യക്തികൾ എഴുന്നേറ്റാലും അതിന്
അസാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നീ ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോ, ചിലത് നിനക്ക് സംഭവിക്കാൻ പോവുക. നീ പ്രതീക്ഷിച്ച വഴികളെല്ലാം അടഞ്ഞോ, നീ പ്രതീക്ഷിച്ച വാതിലുകളെല്ലാം കൊട്ടി അടയപ്പെട്ടോ, നീ ആഗ്രഹിച്ച സ്ഥാനത്ത് നിനക്ക് എത്തുവാൻ കഴിഞ്ഞില്ലേ? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നുണ്ട്. സാധ്യതകളെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോണ്ടെന്നേ, സാധ്യതകളെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ടെന്നേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില പ്രവർത്തികൾ ദൈവം ഇന്ന് രാത്രി അയക്കുന്നുണ്ട്. വിശ്വസിച്ചോ? യാക്കോബിന്റെ മൂന്നാമത്തെ രാത്രി സാധ്യതകളെ ഇല്ലാതാക്കുന്ന രാത്രി. ആ സ്ഥാനത്ത് ദൈവം ദൂതനെ ഇറക്കി സാധ്യമാക്കി കൊടുത്തു. അവിടെ ചനയേറ്റു, പുത്രസമ്പത്ത് ജനിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, ആ സാധ്യമാക്കി കൊടുത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഏത് വിഷയത്തിലാണോ അസാധ്യം എനിക്ക് നിന്നെ ലഭിക്കത്തില്ല എന്ന് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, ആ വിഷയത്തെ ദൈവം സാധ്യമാക്കി തരും. രാത്രി വിശ്വാസത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക. രാത്രി ചിലത് സാധ്യമാക്കുന്ന രാത്രിയാ. യാക്കോബിന് സാധ്യതയില്ല എന്ന് ചിന്തിച്ച ഇടത്ത് ദൈവം സാധ്യത വരുത്തിയെങ്കിൽ ചില മണ്ഡലത്തിന്റെ അകത്ത്, ഭവനത്തിന്റെ അകത്ത്, ചില സ്ഥാപനത്തിന്റെ അകത്ത്, ചില ചർച്ചകളിന്റെ അകത്ത്, വിശ്വാസ കുടുംബങ്ങളുടെ അകത്തളത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദർശിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചില ദൈവിക പ്രവൃത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാ. യാക്കോബിന്റെ മൂന്നാമത്തെ രാത്രിയാ സാധ്യതകളെ ഇല്ലാതാക്കുന്ന രാത്രി. പക്ഷെ അവിടെയും ദൈവ സാധ്യതകളെ വരുത്തി കൊടുത്ത അനുഭവ 31:11 വാക്യം വായിച്ചത്. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു, ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളെയും വരയും പുള്ളിയും മറുകുമുള്ളവയല്ലോ, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. ആ ദുഷ്ട മനുഷ്യൻ ചെയ്തത് യാക്കോബ് അറിഞ്ഞില്ല, പക്ഷെ ദൈവം കണ്ടു. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ നോക്കി ചില പ്രവർത്തികൾ ചെയ്യുമ്പോ ചിലപ്പോ നീ അറിയത്തില്ല, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം അത് കണ്ട് നിനക്ക് വേണ്ടി അത് സാധ്യമാക്കി തരുന്നവൻ. അവൻ പറയുക, പ്രൈസ് ലാബാൻ നിന്നോട് ചെയ്തതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. യാക്കോബായ ഞാൻ കണ്ടില്ല, ലാബാൻ അത് ചെയ്തത് ദൈവം കണ്ടു. ഇന്ന് രാത്രി നിനക്ക് വിരോധമായി, നിനക്ക് വേണ്ടി പ്രതികൂലമായി ചെയ്യുന്ന വ്യക്തികളെ നീ കാണുന്നില്ല എങ്കിലും നിന്നെ കാണുന്ന ഒരുവനുണ്ട്. നിന്റെ കുടുംബത്തെ തകർത്ത, നിന്റെ തലമുറയെ തകർത്ത, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത, നിന്റെ കുഞ്ഞുങ്ങളുടേതായ ജോലികളെ തകർത്ത വ്യക്തികളെ നീ കാണുന്നില്ല എങ്കിലും കാണുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി ആ ദൈവം നിനക്ക് വേണ്ടി അവിടെ അത്ഭുതം പ്രവർത്തിക്കുക. സാധ്യത നഷ്ടപ്പെട്ട ഇടത്ത് അവൻ അതിനെ സാധ്യമാക്കി. അതിനെ ലാബാൻ അസാധ്യതയെ വരുത്തിയെങ്കിലും യാക്കോബ് അത് സാധ്യമായി കാണുവാൻ ദൈവം ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി അകക്കണ്ണുകളെ ദൈവം തുറക്കാൻ പോവുക. ചില അസാധ്യതകളെ ഇന്ന് രാത്രി സാധ്യമാക്കുന്നത് നീ കാണാൻ പോവുക. ഇന്നലെ വരെ നിനക്ക് ലഭിക്കത്തില്ല, ഇന്നലെ വരെ നീ അത് പ്രാപിപ്പാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വചനത്തിലൂടെ പരിശുദ്ധാത്മാ പറയാ, അത് സാധ്യമാക്കുന്ന രാത്രിയാ. മൂന്നാമത്തെ യാക്കോബിന്റെ രാത്രിയാ വായി പറഞ്ഞു കേട്ടത്. പ്രൈസ്ലോ സാധ്യതകളെ ഇല്ലാതാക്കി, പക്ഷേ ദൈവം അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. നാലാമത്തെ യാക്കോബിന്റെ രാത്രി, പ്രൈസ് വേഗത്തിൽ പോകട്ടെ, 31 23, 24 വാക്യം. പ്രൈസ്ലോ 31, 23, 24. ഉടനെ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിന് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിക്ക. ഈ സന്ദർഭം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമോ?
നേരത്തെ അവൻ ആ വള്ളിയും വരയും കുറിയുമുള്ള ആടുകളെ ആ ലാബാന്റെ ആൺമക്കളുടെ കയ്യിൽ കൊടുത്ത് 3 ദിവസം വഴി ദൂരെ കഴിഞ്ഞ് അവർ പോയി. പക്ഷെ യാക്കോബ് ഇതൊന്നും അറിയാതെ യാക്കോബ് യാത്ര തിരിച്ചു. 7-ാം ദിവസം അവന്റെ സഹോദരന്മാരും ഈ യാക്കോബും കൂട്ടരും ഒരുമിച്ച് കൂടിയപ്പോ അതുവരെ ലാബാൻ എന്തൊക്കെയോ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വരികയാ. പ്രൈസ് ദി ലോർഡ്. പറയുക യാക്കോബിനോട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പ്ലാനും പദ്ധതിയും ഒരുക്കിയ. ഇതാ 7 ദിവസം വഴിയാത്ര ചെയ്ത് വന്നെത്തിയത്. അന്ന് രാത്രി അവരെ കണ്ട് സന്ധിച്ച രാത്രിയിൽ ലാബാനോട് ദൈവം പറയുക, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിക്ക. യാക്കോബിന്റെ 4-ാമത്തെ രാത്രി എന്താണെന്നറിയാമോ? ലാബാനോട് അവനോട് കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന രാത്രി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. നീ പോലും അറിയാതെ നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ തലമുറകൾക്കെതിരായി, നിന്റെ ഭവനത്തിനെതിരായി വ്യക്തികൾ പലതും പറഞ്ഞ് നിന്നെ അപമാനിക്കുവാൻ വേണ്ടി, പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി, പ്രതിസന്ധിയിലൂടെ കടത്തിവിടാൻ വേണ്ടി ഒരുക്കത്തോടെ വന്നാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, അവരെ തടയുന്ന ഒരു രാത്രിയാ ഇന്ന് രാത്രി. ചില വ്യക്തികളെ അവിടെ വായ് പോലും തുറക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ദൈവം അവിടെ വായ അടയ്ക്കുന്ന തരത്തിലുള്ള ഒരു ദൈവപ്രവൃത്തിയാ വെളിപ്പെടാൻ പോകുന്നത്. അവർ രണ്ടുപേരും സന്ധിച്ച് കഴിഞ്ഞെങ്കിൽ യാക്കോബും ലാബാനുമായി അവിടെ വലിയൊരു പ്രശ്നമുണ്ടായേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രശ്നത്തിന് വഴി ഒരുങ്ങുന്നതിന് മുമ്പായി ദൈവത്തിന്റെ ദൂതൻ ലാബാന്റെ അടുക്കൽ ഇറങ്ങിയിട്ട് ലാബാനു പറയുക, യാക്കോബിനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും അവനോട് പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളാം. ഒരു താക്കീത് അവനോട് കൊടുക്കുക. ഇന്ന് രാത്രി നീ ദൈവത്തെ ആരാധിക്കുന്ന പൈതലാണോ? ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവദാസിയാണോ? ഒത്തിരി അപമാനങ്ങൾ നീ ഏൽക്കുന്നുണ്ടാകാം, ഒത്തിരി നിന്ദകളിലൂടെ നീ കടന്നു പോകുന്നുണ്ടാകാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, അപമാനത്തിന്റെ നടുവിലോ നിന്ദയുടെ നടുവിലോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ തകർന്നു പോകേണ്ട. നിന്നെ പറയുവാൻ വരുന്ന വ്യക്തികൾ, നിന്നെ അപമാനിക്കുവാൻ വരുന്ന വ്യക്തികൾ, നിന്നെ തകർത്ത് കളയുവാൻ വരുന്ന വ്യക്തികൾ, നിന്നെ പരസ്യകൊലമാക്കി കളയുവാൻ വരുന്ന വ്യക്തികളെ തടയുന്ന ഒരു രാത്രി എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയാം. രാത്രി നീ അവരോടൊന്നും പറയണ്ട. പ്രതികാരം യഹോവയ്ക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. നീ ആ ഒരു വാക്കിനാൽ ഒത്തിരി വേദനിച്ചിരിക്കുന്ന വ്യക്തിയാണോ? നീ ആയിരിക്കുന്ന സ്ഥാപനത്ത്, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് പലരും നിന്നെ പലതും പറഞ്ഞ് ഒതുക്കി കളയുവാൻ, നിന്നെ പലതും പറഞ്ഞ് നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതികൾ ഒരുക്കി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, അവരെ കൊണ്ട് പറയിക്കാത്ത തരത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി ആത്മാവിനൊരു ദൂത് ഞാൻ കൈമാറുക. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? നീ ആയിരിക്കുന്ന ജോലി സ്ഥാപനത്തിൽ, നീ ചെയ്യുന്ന ജോലികൾക്ക് പോലും സ്ഥാനവും മാനവും നൽകാതെ നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം, നിന്നെ കുത്തുവാക്ക് പറയുന്ന വ്യക്തികൾ ഉണ്ടാകാം, നിന്നെ തകർക്കുന്ന വ്യക്തികളാണ്. നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിനക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ജോലി പോലും ചെയ്യുവാൻ കഴിയാതെ നിന്നെ മാറ്റി നിർത്തി നിന്നെ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, അവരെ തടയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട്. നീ മറുപടി പറയണ്ട, നീ ഒരു സ്ഥാനത്ത് ഒന്നും പറയണ്ട. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം, നിനക്ക് വേണ്ടി പറയുവാൻ വായ് തുറക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ അടുക്കൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുക. ആർക്കൊക്കെ മനസ്സിലാകുന്നു എന്നറിയില്ല. രാത്രി നീ ദൂതിനെ മുറുകെ പിടിച്ചോ. നിനക്ക് എതിരായി പറയുന്ന വ്യക്തികൾ, നിന്നെ വേദനിപ്പിച്ച വ്യക്തികൾ, നിനക്ക് സ്വസ്ഥമായി ഭവനത്തിൽ ഇരിപ്പാൻ കഴിയാതെ നീ പല കുത്തുവാക്കുകൾ കൊണ്ട് വേദനിച്ച് സങ്കടപ്പെട്ട് ഹൃദയത്തിന്റെ അകത്തളത്തിൽ നീർന്ന വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, അവരെ തടയുന്ന ഒരു ദൈവം ഇറങ്ങിയിട്ടുണ്ട്. അവരെ വായ
പ്രവർത്തിപ്പിക്കുന്ന ഒരു ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടു. നമുക്കറിയാം സിംഹം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വേഗത്തിൽ കാന്തം പോലെ വലിച്ചെടുക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. എന്നാ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ എറിഞ്ഞു കളഞ്ഞെങ്കിൽ അവിടെ സിംഹത്തിന്റെ വായെ അടച്ച ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയുടെ നടുവിലാണോ നിന്നെ എറിയപ്പെട്ടത്? പ്രതികൂലത്തിന്റെ അവസ്ഥയിലാണോ നീ ആയിരിക്കുന്നത്? നിനക്ക് സ്വസ്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുവാനോ സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാതെ ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ അകത്തളത്തിലാണ് നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, അവിടെയും വായടപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെയും ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ലാബാൻ പലതും ചിന്തിച്ചു, പലതും പറയുവാൻ, പലതും ചിന്തിച്ചു അവൻ യാക്കോബിനെ പറയുവാൻ. പക്ഷെ ദൈവം അവനെ അനുവദിച്ചില്ല. അന്ന് രാത്രിയിൽ തന്നെ ലാബാനോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പറഞ്ഞു, യാക്കോബിനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ചില വ്യക്തികളോട് പറയുക, ചില വ്യക്തികളോട് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പോവുക. നിന്നെ പറയുന്ന വാക്കുകൾ, നിന്നെ ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങൾ, നിന്നെ ദ്വേഷിക്കുന്ന ദ്വേഷങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ആ വ്യക്തികളെ തടയുന്ന ഒരു ദൈവ സാന്നിധ്യം നീ ആയിരിക്കുന്ന ഇടത്തിറങ്ങുന്നുണ്ടോ? നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. രാത്രി വചനം വെച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികളെ തടയുന്ന ദൈവ സാന്നിധ്യം നീ രാത്രി ഇറങ്ങണമേ അപ്പ. ഈ രാത്രിയിൽ ആ സാന്നിധ്യം ഇറങ്ങണമേ അപ്പ. എനിക്ക് വിരോധമായി സംസാരിക്കുന്നവർ, എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർ, എന്റെ കുടുംബത്തിന് വിരോധമായി എഴുന്നേൽക്കുന്നവർ, എന്റെ തലമുറയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവര് ഇന്ന് തടയുന്ന ദൈവം ഇന്ന് രാത്രി എഴുന്നേൽക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നപ്പാ. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൈവിക ദൂത പ്രൈസലോ രാത്രിയിൽ യാക്കോബ് പ്രൈസലോ യാക്കോബിനെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുവാൻ വന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്ന രാത്രി. ദൈവമായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെയും ദയയുമായവൻ എനിക്കില്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ടു, കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു ന്യായം പ്രവർത്തിച്ചു യാക്കോബിന് വേണ്ടി. കഴിഞ്ഞ രാത്രി ഞാൻ പറയാം, എല്ലാ ലോകത്തിലുള്ള കോടതികളെല്ലാം രാത്രികളിൽ അടയപ്പെടുമ്പോൾ ഇതാ യാക്കോബിന് വേണ്ടി സ്വർഗത്തിലെ കോടതി തുറന്ന് ന്യായം രാത്രി വിധിക്കുക. എന്തെന്നറിയാമോ ന്യായം വിധിക്കുന്നത്? അവനോട് ന്യായം വിധിച്ച് പറയുന്നത്, നിന്റെ ദൈവമായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും. നോക്കുക, പിതാക്കന്മാർ അനുഭവിച്ച ആ ഒരു ദൈവിക പദ്ധതികൾ, ആ ദൈവിക വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് അവനോട് പറയുക, നിന്റെ അപ്പനായ അബ്രഹാം, നിന്റെ അപ്പനായ ഇസഹാക്ക് അവർക്ക് ചില വാഗ്ദത്തങ്ങൾ ഞാൻ നൽകി. എന്നാൽ അത് ന്യായമായി ലഭിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് അതിനൊക്കെ തട്ടിമാറ്റി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുക, യാക്കോബിന് ന്യായമായത് പാലിച്ചു കൊടുത്ത് ആ ന്യായം അവന് വിധിച്ച് ചിലതനം അവകാശമായി കൊടുക്കുവാനിടയായി. രാത്രി പരിശുദ്ധാത്മ പറയുക, ചില നീതിയുടെ കോടതി ഇന്ന് തുറക്കാൻ പോവാ. നിനക്ക് വിരോധമായി ചിലത് നൽകാതെ വണ്ണം ഈ ലോകത്തിലെ കോടതികൾ അടയപ്പെടുമ്പോ സ്വർഗീയ കോടതി അതിനെ തുറന്ന് നിനക്ക് വേണ്ടി ന്യായമായത് വിധിച്ചു നൽകുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുക, വസ്തു സംബന്ധമായ വിഷയത്തിന്റെ നടുവിൽ നിനക്ക് അർഹിച്ച വസ്തു ലഭിക്കാതെ വണ്ണം ആ ലോകത്തിന്റെ കോടതി അതിന് പ്രതികൂലമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, നിന്റെ പിതാക്കന്മാരുടെ അവകാശമായ ആ വസ്തുവിനെ നിനക്ക് ന്യായമായി അവരോട് വാഗ്ദത്തം ചെയ്തതുപോലെ നിനക്ക് ന്യായമായി അതിനെ വിധിച്ച് നിനക്ക് നല്ലത് നൽകിത്തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് യാക്കോബിന്റെ ദൈവം. യാക്കോബിന്
ന്യായമായത് രാത്രിയിൽ അവന് വിധിച്ചു കൊടുത്തു. ഈ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിന്റെ കോടതികളെല്ലാം രാത്രിയുടെ യാമങ്ങളിൽ അടയപ്പെടുമ്പോ യാക്കോബിന് വേണ്ടി സ്വർഗീയ കോടതി രാത്രിയിൽ തുറന്നു വച്ച് അവന് വേണ്ടി ന്യായം വിധിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായി പറയാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ചില വ്യക്തികളോട് വ്യക്തമായി പറയുക, നിനക്ക് അവകാശപ്പെട്ടത് ലഭിക്കാതെ വണ്ണം ഈ ലോകത്തിന്റെ കോടതികൾ തടയപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയും, ഇന്ന് രാത്രി യാക്കോബിന് വേണ്ടി ന്യായം വിധിച്ചവൻ നിന്റേതായ പ്രവൃത്തിക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന രാത്രിയാ. നിനക്ക് അർഹിച്ചതിനെ നിനക്ക് നൽകി തരുവാൻ. ഏതൊക്കെ വ്യക്തികൾ അതിനെ നിനക്ക് നൽകാതെ അവിടെ മാറ്റിയാലും അതിനൊക്കെ നൽകി തരുന്ന ഒരു ന്യായമായ ഒരു കോടതി നിനക്ക് വേണ്ടി ഇന്ന് രാത്രി തുറന്നു വച്ചിട്ടുണ്ട്. ഓ റാമാന റീമന ഹസ്തുനെ റഹൽഹമനഹസ്യ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനം വച്ച് പ്രാർത്ഥിക്ക്. ചില വാഗ്ദത്തങ്ങൾ നിനക്ക് നൽകിത്തരുന്ന രാത്രിയാ. അവകാശങ്ങൾ നൽകിത്തരുന്ന രാത്രിയാ. പൂർവ്വ പിതാക്കന്മാർ നിനക്ക് നൽകേണ്ടതായ നന്മകളെ, അവകാശങ്ങളെ തട്ടിമാറ്റിയെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമ്പോ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് ന്യായമായത് നിനക്ക് നൽകിത്തരുന്ന ഒരു രാത്രി എന്ന് പരിശുദ്ധാത്മ പറയാ. അഞ്ചാമത്തെ യാക്കോബിന്റെ രാത്രി സ്വർഗീയ കോടതി തുറന്ന് അവന് വേണ്ടി ന്യായം വിധിച്ച രാത്രി. ആറാമത്തെ രാത്രി കൂടെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആറാമത്തെ രാത്രി 32-ന്റെ 22, 23, 24 ആ ഭാഗം മൊത്തം വായിക്കുമ്പോ അറിയാം. അവിടെയാ യാക്കോബിനെ അനുഗ്രഹിച്ച രാത്രി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ അനുഭവിച്ചു എങ്കിലും ലാസ്റ്റ് അവനെ അനുഗ്രഹിച്ച ഒരു രാത്രിയാ. 25, 26 അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സുവോളം അവനെ മല്ലുപിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മൽപിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആ രാത്രി യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുതികാൽ പിടിക്കുന്നവനാ. കഴിഞ്ഞ കാലങ്ങൾ അവൻ ആയിരുന്ന മണ്ഡലങ്ങളിലെല്ലാം അവന്റെ അടുക്കൽ വരുന്ന ഏത് വ്യക്തിയെയും നമുക്കറിയാം, കുതികാൽ പിടിച്ചു കഴിഞ്ഞാൽ ഞൊണ്ടിയെ പോകത്തുള്ളൂ. അതുപോലെ അവന്റെ അടുക്കൽ വരുന്ന ഏത് വ്യക്തിയെയും അവൻ ഞൊണ്ടി പറഞ്ഞയക്കുമ്പോ ഇതാ അവസാന യാക്കോബ് ദൂതൻ അവനെ പിടിച്ചപ്പോൾ അവൻ ഞൊണ്ടി നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയാം, ചില അനുഗ്രഹങ്ങൾ രാത്രിയിൽ മൽപ്പിടുത്തത്തിൽ നിനക്ക് നൽകിത്തരുന്ന രാത്രിയാ. ചില അവകാശങ്ങൾ നൽകിത്തരുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൂതനോട് മൽപ്പിടുത്തം നടത്തി യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയാ, ചില അനുഗ്രഹത്തിന്റെ രാത്രിയാ ഇന്ന് രാത്രി. നിനക്ക് ചിലത് തടയപ്പെട്ടോ, നീ അധ്വാനിച്ച നന്മ നീ ആയിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കാതെ വണ്ണം അത് പിടിച്ചു വച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, അത് നിനക്ക് അവകാശമായി തരാൻ പോവാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, ചില വ്യക്തികളുടെ നന്മയെ പിശാച് അവിടെ പിടിച്ചു വച്ചിരിക്കുക. ചില സ്ഥാപനങ്ങളിൽ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിന്റെ ഉദ്യോഗസ്ഥന്മാർ നിനക്ക് തരാതെ വണ്ണം ചില നന്മകളെ പിടിച്ചു വച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, ഇന്ന് രാത്രി അത് നിനക്ക് നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാ. രാത്രി നീ വിശ്വസിച്ചോ? യാക്കോബ് മൽപ്പിടുത്തത്താൽ യാക്കോബ് അനുഗ്രഹത്തെ പിടിച്ചു വാങ്ങിച്ചതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, നിനക്ക് അവകാശപ്പെട്ടത്, നിനക്ക് അർഹിക്കുന്ന ചില നന്മകൾ തടയപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി അതിനെ മടക്കി തരുന്ന രാത്രി. ഇന്ന് രാത്രി പേപ്പർ ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചില വിഷയത്തിന്റെ നടുവിൽ ഒതുക്കിയ ചില നന്മകൾ, വ്യക്തികൾ നൽകേണ്ട നന്മകൾ, കുടുംബക്കാർ നൽകേണ്ട നന്മകൾ, ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കേണ്ട നന്മകൾ നീ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, ഇന്ന് രാത്രി നിനക്കത് ലഭിക്കുന്ന രാത്രിയാ. യാക്കോബ് മൽപ്പിടുത്തത്തിൽ അനുഗ്രഹം പ്രാപിച്ചു.
നീ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയാ, ഈ രാത്രി ചില നന്മകളെ നീ അവകാശമായി പ്രാപിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി സമയം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞ ചിന്തകൾ മറന്നു പോകരുത്. യാക്കോബിന്റെ 6 രാത്രികൾ യാക്കോബിന്റെ ജീവിതത്തെ അത് ശ്രേഷ്ഠകരമായി നിർത്തി. യാക്കോബ് രാത്രിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിലും യാക്കോബിന് അത് അനുഗ്രഹമായി തീരുവാനിടയായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ, നീയും രാത്രിയുടെ യാമങ്ങളിലൂടെ കടന്നുപോയാലും നിനക്ക് അർഹിക്കാത്ത ചില നന്മകൾ, അർഹിക്കാത്ത ചില അനുഗ്രഹങ്ങൾ, അർഹിക്കാത്ത ചില പുതുവഴികൾ, പുതിയ വാതിലുകൾ, പുതിയ ബിസിനസ്സുകൾ, പുതിയ ജോലികൾ നിനക്ക് ഇന്ന് രാത്രി കർത്താവ് തുറക്കുന്ന രാത്രിയാ. വിശ്വസിച്ച് ഇന്ന് രാത്രി ഏറ്റെടുത്തോ. ചില നന്മയുടെ ഉറവക ദൈവം തുറക്കുന്നുണ്ട്, ചില അനുഗ്രഹങ്ങൾ തുറക്കുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങൾ നീ കഷ്ടപ്പെട്ടെങ്കിൽ, രാത്രിയുടെ യാമങ്ങൾ നിനക്ക് എണ്ണി എണ്ണി കഷ്ടങ്ങൾ പറയാനുണ്ടെങ്കിൽ, ഇതാ ഇനി എണ്ണി എണ്ണി അനുഗ്രഹങ്ങൾ പറയുന്ന രാത്രിയായി ഇന്ന് രാത്രി കർത്താവ് തീർക്കും. അതിനായി പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സല്ലായിരിക്കാം. ദൈവമായി കർത്താവ് ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.